എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. പൂജാഗിരികൾക്കെതിരെ. എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇസ്രായേലിലെ പർവ്വതങ്ങൾക്കു നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക. നീ ഇങ്ങനെ പറയണം: ഇസ്രായേലിലെ പർവ്വതങ്ങളെ, ദൈവമായ കർത്താവിന്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരുളി ചെയ്യുന്നു: നിങ്ങളുടെ മേൽ ഞാൻ വാൾ അയക്കും. നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും. നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചുകളയും. നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും. ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ നിരത്തും. നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടും, പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും. നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും, ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും, കരവേലകളെ തുടച്ചു നീക്കും. വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യേ നിപതിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും. അവരെ വാളിൽ നിന്ന് രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. എന്നിൽ നിന്ന് അകന്നു പോയവരുടെ വിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്ധമാക്കുകയും ചെയ്യുമ്പോൾ, രക്ഷപ്പെട്ട് അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും. തങ്ങൾ ചെയ്ത തിന്മകളും മ്ലേച്ഛതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദ്യരായിത്തീരും. ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും. ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: കൈ കൊട്ടുകയും ഉറക്കെ ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക: അധമമായ മ്ലേച്ഛതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം. അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലം പതിക്കും. അകലെയുള്ളവൻ പകർച്ചവ്യാധി കൊണ്ട് മരിക്കും, അടുത്തുള്ളവൻ വാളിനിരയാകും. രക്ഷപ്പെട്ട അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ട് മരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ചു തീർക്കും. എല്ലാ കുന്നുകളിലും മലകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്നു വളരുന്ന ഓക്ക് മരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ബലിപീഠങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ഞാൻ അവർക്കു നേരെ കൈ ഓങ്ങും. മരുഭൂമി മുതൽ റിബ്ല വരെ ഞാൻ വിജനമാക്കും, ശൂന്യമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും.